ഡിയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പറയാൻ കാരണം ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരു സ്ത്രീയെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്നതായിരിക്കും അവരുടെ സീക്രട്ട്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ലിംഗം എന്ന് പറയുന്നത് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടും പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടും ലൈംഗികപരമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ സ്ത്രീകൾക്ക് ലൈംഗിക സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവർക്കൊരു സംഭവമുണ്ട്, ഒരു സുണ്ട്, ക്രിസരി. അതായത് അവരുടെ മൂത്രമൊഴിക്കുന്ന ആ ഭാഗത്തിൻ്റെ തൊട്ടു മുകളിലായിട്ട് കാണുന്ന ചെറിയൊരു ലിംഗം പോലത്തെ ചെറിയൊരു സാധനം, അതാണ് ക്രിസരി എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണെന്നും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിനെങ്ങനെയാണ് ഉത്തേജിപ്പിക്കേണ്ടതെന്നുള്ള ശരിയായ അറിവുണ്ടെങ്കിൽ ഏത് സ്ത്രീയെയും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റി ലൈംഗികപരമായിട്ടുള്ള ആ സുഖം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഭാഗം. അതിൽ 8000-ലേറെ നെർവ് എൻഡിങ്സ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അത്രയധികം സെൻസിറ്റീവ്, തൊട്ടാപ്പൊള്ളു എന്നൊക്കെ പറഞ്ഞു അതുപോലെ. അതിനാണ് അതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സുഖം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സുണ്ട് പോലെയൊക്കെ തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് വൈ ആകൃതിയിൽ ഇങ്ങനെ ഒരു സാധനം കൂടിയുണ്ട്. ഇത്രയും വലിയൊരു സാധനമാണ് അത്. ഉത്തേജനം കൊടുക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലേക്കും ഭയങ്കരമായിട്ട് അവർക്ക് ഉത്തേജനം ഉണ്ടാകും. 80% വരുന്ന സ്ത്രീകൾക്കും ലിംഗപ്രവേശനത്തിലൂടെ അവർക്ക് രതിമൂർച്ച കിട്ടത്തില്ല. അവർക്ക് ഇത് തന്നെ വേണം, ഇതിൽ കൊടുക്കുന്ന ഉത്തേജനം തന്നെ വേണം. ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഉത്തേജനം കൊടുക്കുന്നതല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും ആ ഉത്തേജനം കിട്ടാവുന്നതാണ്. പിന്നെ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെയല്ല കിട്ടുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നാം കൊണ്ട് ചെയ്യണം, വിരൽ കൊണ്ട് ചെയ്യണം, ലിംഗം കൊണ്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷേ എല്ലാ സ്ത്രീകളും വ്യത്യസ്തമാണ്, അവർക്ക് കിട്ടുന്ന സുഖം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞത് എങ്ങനെ തൊടുമ്പോഴായിരിക്കും സുഖം എന്ന് അവർ ആദ്യം കണ്ടുവച്ചിട്ടുണ്ടാവും സ്വയംഭവമൊക്കെ ചെയ്തിട്ട്. അത് തുടർന്ന് സംസാരിക്കലാണ്. സ്ത്രീയും തുറന്ന് സംസാരിക്കും, പുരുഷൻ സംസാരിക്കുമാണ്. അവർക്ക് എങ്ങനെ ചെയ്തു കൊടുത്താലാണ് സുഖം കിട്ടുമെന്ന് മനസ്സിലാവും. ചിലർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ടച്ച് ആയിരിക്കും, ചിലർക്ക് ഒരേപോലെയുള്ള ഒരു റിതമായിട്ട് കുറച്ച് നേരത്തേക്ക് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് വളരെ സോഫ്റ്റ്ലി തൊട്ട് പിന്നെ ഒരു ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ പലതരത്തിലാണ് സ്ത്രീകൾക്ക് സുഖം കിട്ടുന്നത്. കൊടുക്കുമ്പോൾ എന്താണ് അവിടെ ആദ്യം സംഭവിക്കുന്നത്? ബ്ലഡ് ഫ്ലോ നന്നായിട്ട് അങ്ങോട്ട് എത്തും. അപ്പോൾ അത് ആ ഭാഗം കൂടുതൽ സെൻസിറ്റീവ് ആകും. സാധാരണ ഉള്ളൊരു ടച്ച് പോലെയല്ല, ആ സമയത്ത് ഉണ്ടാകുന്നത് നമ്മൾ ചെറിയൊരു ടച്ച് ആണെങ്കിലും ഒരു ബട്ടർഫ്ലൈ വന്നിരുന്നാലും അവർക്ക് ഭയങ്കരമായിട്ട് ഉത്തേജനം കിട്ടുന്ന ലെവലിലേക്കായിരിക്കും. പിന്നെ അവിടെ ഒന്നിങ്ങനെ സ്വെല്ലാകും, കുറച്ച് അത് വളരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, ഇച്ചിരി ഒന്ന് വളരുന്ന പോലെ. അതുപോലെ തന്നെ അങ്ങോട്ട് അവിടെ തൊടുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ് ബോഡി ഫുൾ അവർ കാണിക്കും, അത് റിയാക്ട് ചെയ്യും. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ് ചെയ്തിട്ട് ഇവർക്ക് ഇങ്ങനെ ചെയ്താൽ സുഖമായിരിക്കുന്നു അങ്ങനെയല്ല. കമ്മ്യൂണിക്കേറ്റ് ഫീഡ്ബാക്ക് ചോദിക്കും, ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, ഇങ്ങനെ ആക്കുമ്പോൾ സുഖമുണ്ടോ എന്ന് ചോദിച്ചു തുറന്നു പറയാത്ത സ്ത്രീകളെ കിള്ളി ചോദിച്ചിട്ട് അവരെ ഇത് മനസ്സിലാക്കണം. വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്തിട്ട് അവിടെ തുടങ്ങാൻ പാടുള്ളൂ. ആദ്യം തന്നെ പോയിട്ട് ഭയങ്കരമായിട്ട് ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേദനയും ഡിസ്കംഫർട്ടും ഉണ്ടാവുള്ളൂ, ആ ഒരു സുഖത്തിലേക്ക് വരത്തില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ചിലൂടെ പ്രഷർ കൂട്ടും. എന്നാൽ ആദ്യം പോയി അവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, അതും പ്രശ്നമാണ്. കൂടെ നല്ല രീതിയിൽ ഫോർപ്ലേ ചെയ്ത് അവരുടെ ബോഡിയെ റെഡിയാക്കി അതിനേക്ക് വേണ്ടിയിട്ട് ശരിയാക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ആദ്യം പോയി അവിടെ തൊടരുത്. അവിടെ തൊടണം എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ബദൽ ഇനി അവൻ അവിടെ തൊട്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ലെവലിലായിരിക്കണം നിങ്ങളുടെ ഉത്തേജനം. അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ അതുപോലെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉദ്ദേശിച്ചു ഇനി അവിടെ തൊട്ടിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ഇമോഷൻ അവരിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം അവിടെ തൊടുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ലൂബ്രിക്കേഷൻ വരുന്ന നിങ്ങൾക്കറിയാം, എന്നാൽ എക്സ്ട്രാ ഒരു ലൂബ്രിക്കേഷൻ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. ഇതൊക്കെ ചെയ്ത് രതിമൂർച്ചയൊക്കെ കിട്ടി ഭയങ്കര വൈബ്രേഷനൊക്കെ ഉണ്ടായി അവർക്ക് രതിമൂർച്ചയൊക്കെ കിട്ടിയതിന് ശേഷം അവിടെ തൊടാൻ വേണ്ടി പോകരുത്. അത് ഭയങ്കര അൺകംഫർട്ടബിളാണ്. അങ്ങനെ തൊടുന്ന സമയത്ത് അവർക്ക് വേദന എടുക്കും. ഈ ലൈംഗികബന്ധം കഴിഞ്ഞിട്ട് എണീറ്റ് പോകലല്ല, ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ നിങ്ങൾക്ക് അവിടെ വേദനയോ ബ്ലീഡിങ്ങോ ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് മോപ്പ് ചെയ്ത് കൊടുക്കുകയോ തൊട്ട് കൊടുക്കുകയോ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നത് അവർക്ക് ഇമോഷണൽ കണക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചില മിത്തുകളുണ്ട്, സ്ട്രോങ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് പ്രഷർ കൊടുക്കും, അങ്ങനെയല്ല. അതുപോലെ തന്നെ ലിംഗപ്രവേശത്തിലൂടെയാണ് അവർക്ക് ഇത് കിട്ടുക, ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്ന വീഡിയോയിലൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെയല്ല. ഓരോ സ്ത്രീകളും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് അറിയണം. പുരുഷന്മാരും അങ്ങനെ തന്നെയല്ലേ തിരിച്ചു. ചില ആളുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് പോയെന്നിരിക്കും. അപ്പം നിങ്ങളുടെ ലിംഗത്തിൻ്റെ സ്ട്രോങ്ങും കൂടെ നേരമൊക്കെ ഹെൽത്തി ആയിട്ട് വെക്കാനും ചുരുങ്ങിപ്പോയതൊക്കെ വളരെ നേരെയാകാനും തടി കൂടാനും നിങ്ങളുടെ യഥാർത്ഥ സൈസിലേക്ക് വളരാനും എക്സ്ട്രാ സൈസിലല്ല വളരാനും സഹായിക്കുന്ന തങ്കഭസ്മൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ലിഫ്റ്റ് അപ്പ് ഗോൾഡ് എന്ന് പറഞ്ഞത്. ശിതാവരി, ക്ലോവ്, തങ്കഭസ്മത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്.
സ്മോക്ക് ചെയ്യുന്നവരോ ആണെങ്കിലോ അല്ലെങ്കിൽ വെള്ളം അടിക്കുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ചീത്ത ഫുഡുകളൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ ലിംഗം യഥാർത്ഥ സൈസിൽ ചുരുങ്ങി പോയിട്ടുള്ളവർക്കാണെങ്കിൽ യഥാർത്ഥ സൈസിലേക്കും തിക്നെസ്സിലേക്കും എത്തിക്കും. നാച്ചുറലായിട്ടുള്ള ഒരു ഫുള്ളായ പോലെ ഹാർഡായ പോലെ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാകും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കേട്ടോ. രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കണത് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല എന്തെങ്കിലും ഫോർ സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് മാറ്റാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ചെറിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ സ്റ്റാമിനയും കൂട്ടാൻ വേണ്ടിയിട്ടും കോൺഫിഡൻറ്റ് കൂട്ടാനും ബെഡിൽ കുറേ നേരമൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിലൊക്കെ ഒരു 15 മിനിറ്റ് മുമ്പ് മസാജ് ഇതൊരു കുറച്ച് ഡ്രോപ്പ് എടുക്കുക, മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. 2 നേരം അല്ലെങ്കിലും ഇങ്ങനെ ചെയ്യുക. രാവിലെയും വൈകുന്നേരമായിട്ട് ചെയ്യണം. പെട്ടെന്ന് അബ്സോർവ് ആയിപ്പോയി. ഇങ്ങനെ ഞങ്ങളാന്നൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി പർച്ചേസ് ചെയ്യണം കേട്ടോ. ഇനി അങ്ങനെയൊന്നും പർച്ചേസ് ചെയ്യാൻ അറിയാത്ത ആളാണെങ്കിൽ എൻ്റെ ഇൻറ്റിമേറ്റ് വാഷൊക്കെ വാങ്ങാൻ വേണ്ടി ആ നമ്പറിൽ അതിൽ വന്ന അഡ്രസ്സ് അയച്ചാൽ മതി, ഞാൻ കമ്പനിക്ക് അയച്ചു കൊടുത്തോളാം കേട്ടോ. വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ആഴ്ച സർട്ടിഫൈഡ് ഉണ്ട്, GMP ISO എല്ലാം സർട്ടിഫൈഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത്